ഹായ്, ഞാൻ വീണ്ടും വന്നു കേട്ടോ. എന്നാന്നറിയാമോ, എന്താണ് ഒരു ഫേസ്ബുക്ക് ചാനലൊക്കെ തുടങ്ങി. അപ്പൊ എന്താണ് ഒരു മൈക്കിന്റെ ആവശ്യമുണ്ട്. കാരണം ഇവിടെ ആകെ പാട സൗണ്ട് കേൾക്കുന്നുണ്ടോ? കിളിയും കുരുവി ഇത് ചീവീടിന്റെ സൗണ്ട്, അച്ഛൻ ചുമയ്ക്കുന്ന സൗണ്ട്, ആകെ പാട ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് ഞാനും ഒരു മൈക്ക് വാങ്ങിക്കാന്ന് വിചാരിച്ചത്. ഇതാണ് കേട്ടോ അത്. ഇതിന്റെ പേര് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആമസോണിൽ വാങ്ങിച്ചതാണ്. ഇതിന്റെ പേര് ഗ്രീൻ ആരോ വയർലെസ് USB ടൈപ്പ് C പോർഷൻ മൈക്കാണ് കേട്ടോ. അതിന്റെ പ്രധാന ഇതെന്ന് പറഞ്ഞാൽ ഒരു 3 ലെവൽ നോയ്സ് റിഡക്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഈ മൈക്ക് കൊണ്ട് പറ്റും കേട്ടോ. അപ്പൊ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. പിന്നെ ആമസോണിൽ ഒരുപാട് റിവ്യൂ കണ്ടു, നല്ല പോസിറ്റീവ് റെസ്പോൺസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ മൈക്ക് വാങ്ങിച്ചത്. ഒരുപാട് വിലയില്ല. ഇതിന്റെ വില എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 800 രൂപയാണ്. ഇതിന്റെ ശരിക്കുള്ള ഒരു 2000 റുപ്പീസാണ് കേട്ടോ. വേറൊന്നും കിട്ടിയില്ല. എവിടെ തുറക്കണമെന്നൊന്നും അറിയത്തില്ല. എന്നാലും എവിടെയൊക്കെ പിടിച്ച് നോക്കാം. വലിയ സൗന്ദര്യം നോക്കി തുറക്കാൻ പോയാലേ തുറക്കാൻ പാടാ. എന്നാലും കുഴപ്പമില്ല. എൻ്റെ ആദ്യത്തെ അൺബോക്സിങ് വീഡിയോ കേട്ടോ ഇത്. ഞാനൊന്നും അൺബോക്സിങ് ചെയ്തിട്ടില്ല. പക്ഷെ ഞാനൊരു ഫേസ്ബുക്ക് ചാനൽ തുടങ്ങുന്നത് കൊണ്ട് എനിക്ക് തോന്നി എന്തായാലും ഇത് തന്നെ ഒന്ന് ചെയ്യാമെന്ന് കേട്ടോ. കുറേ കുറവുകളും കാര്യങ്ങളൊക്കെ കാണും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ. കാരണം എഡിറ്റിങ്ങിന്റെ പ്രശ്നമൊക്കെ ഉണ്ട്. എല്ലാം പഠിച്ചു വരുന്നത് ഒരു കുത്തും അറിയത്തില്ല. ഇപ്പൊ ഇരുന്ന് കുത്തിയിരുന്ന് പഠിക്കുക കേട്ടോ. എല്ലാം വരും കാലത്തിൽ നല്ല നല്ല വീഡിയോസ് പ്രതീക്ഷിക്കാം. എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം കേട്ടോ. ലെക്ചറിൽ സമയം കളയുന്നില്ല. കണ്ട ഈ താരം ഇതെന്നൊക്കെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ അറിവുകളൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇതൊന്ന് വാങ്ങിക്കുന്നത്. പിന്നെ ഇത് നമ്മള് മൈക്ക് റെക്കോർഡ് ചെയ്യാനൊക്കെ ഉള്ള ഇങ്ങനെ പറഞ്ഞ മൈക്ക് വേണമെങ്കിൽ ഇങ്ങനെ വെച്ചിട്ടും നമുക്ക് എന്നൊക്കെ സംസാരിക്കാം. ഓക്കെ, അടുത്തത് ഇതാണ് കേട്ടോ. മറ്റേ നമ്മുടെ USB ചാർജർ. ഇതവിടെ കണ്ട് കുത്തി വെച്ചിട്ട് ഇതിന്റെ മെക്കാനിക് ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ വാങ്ങിച്ചു, അൺബോക്സ് ചെയ്യാൻ എനിക്ക് തോന്നി. എന്റെ ആദ്യത്തെ ഇതായതുകൊണ്ട് അതിനുവേണ്ടി ഞാൻ കാണിക്കാം. ഇതിന്റെ മെക്കാനിക് അറിയത്തില്ല. ഇത് നോക്കണം, പഠിക്കണം. പിന്നെ വേറെ ഇല്ല ഉണ്ട് വേറൊരു സാധനം. ഇതിന്റെ ചാർജർ. ഇത് ചാർജ് ചെയ്യുന്നതുകൊണ്ട് പിന്നെ നമുക്ക് സമാധാനമുണ്ട് കേട്ടോ. ഇതിനൊരു 6 മണിക്കൂർ വരെ ചാർജ് നിൽക്കുമെന്നാണ്. നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 6 അവർ വരെ ചാർജ് നിൽക്കും. ഒക്കെ കളയട്ടെ, അതോടെ കാണിച്ചേക്കാതെ. ഇത് ചാർജർ. അപ്പം ഇതിന്റെ ഇങ്ങനെ കുത്തിയിട്ട് ഇത് USB ചാർജ് ചെയ്തിട്ടൊക്കെ ചെയ്താൽ മതിയായിരിക്കും. ഇതെന്നെ സാധനം എനിക്ക് അറിയത്തില്ല. ചിലപ്പോൾ അതിന്റെ എല്ലാം പോയി കഴിഞ്ഞാൽ എക്സ്ട്രാ വെക്കാനുള്ളതായിരിക്കും. അപ്പൊ ശരിയേ, എല്ലാം പറഞ്ഞല്ലേ. ബൈ.